ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BBAയുടെ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് ആണ്. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് BBAയുടെ ഒരു സബ്ജക്റ്റാണ്. ഇത് 4 അവറിൻ്റെ പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ ഷോർട്ട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് പോയി കാണുക. ഇതുപോലെയുള്ള ഷോർട്ട് വീഡിയോസും ഡീറ്റെയിൽഡ് വീഡിയോസും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ലോജിസ്റ്റിക്സ്, ലോജിസ്റ്റിക്സിൻ്റെ മീനിങ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കതിൻ്റെ മീനിങ് കാണാം. ഇറ്റ് റെഫേഴ്സ് ടു പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ഇൻഫോർമേഷൻ. നമ്മളിപ്പം ഗുഡ്സോ സർവീസോ ഇൻഫോർമേഷനോ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പം അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഒരു സാധനം ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ്, മീനിങ്. മീനിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. അതിനകത്ത് എന്തെല്ലാം പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്? ഒരു ഗുഡ്സ് അതിൻ്റെ ഒറിജിനിൽ നിന്ന്, ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു സാധനം മൂവ് ചെയ്യുമ്പോൾ അതിൽ പ്ലാൻ ചെയ്യുന്നു, അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള അതിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, ആ ഒരു ട്രാൻസ്പോർട്ടേഷനെ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ്. അതിൽ ക്ലിയർ ആയിട്ടും ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ദാറ്റ് പ്ലാൻസ്, ഇംപ്ലിമെൻറ്റ് ആൻഡ് കൺട്രോൾ എഫിഷ്യൻറ്റ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജിനെ എഫിഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. നെക്സ്റ്റ്, ദ ഫീച്ചേഴ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞു, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സിനെ, സർവീസിനെ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്യുക. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്? ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിനകത്ത് പറയുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ റോഡ് വഴിയാണോ, റെയിൽവേ വഴിയാണോ, എയർവേ വഴിയാണോ, അതുപോലെ ഷിപ്പ് വഴിയാണോ, ഏത് വഴിയാണ് നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ്, സർവീസസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഏത് മോഡ് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഏത് റൂട്ടിലൂടെ കൊണ്ടുപോകണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് ഫീച്ചർ, ദാറ്റ് ഇസ് ഇൻവെൻ്ററി കൺട്രോൾ. ഇൻവെൻ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനലിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഗുഡ്സോ സർവീസസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വേണമെന്നും അതുപോലെ തന്നെ ഈസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്നുള്ളത് തീരുമാനിക്കാനും അത് പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റും ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഫീച്ചറാണ്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വെയർ ഹൗസിങ് ആൻഡ് സ്റ്റോറേജ് ആണ്. അതായത്
ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുകയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ സാധനം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ചിലപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ ഹൗസ് കണ്ടെത്തുക എന്നുള്ളതും അവിടെ സൂക്ഷിക്കുക എന്നുള്ളതും അത് നല്ല രീതിയിൽ സേഫായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് കൃത്യമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ ഹൗസിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് വരുന്നത് പാക്കേജിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ്. പാക്കേജിങ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ പാക്ക് ചെയ്തതിന് ശേഷം മൂവ്മെൻറ്റ് ചെയ്യുക. നല്ലൊരു പാക്കേജിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു രീതിയിലുള്ള പാക്കേജിങ് കൊടുക്കുന്നത്. പ്രോഡക്ട്സിൻ്റെ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡാമേജ് ആയി പോകാതിരിക്കാൻ, അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അത് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. എവിടേക്കെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിലോ മാറ്റി വെക്കണമെങ്കിലോ ഒക്കെ നല്ല രീതിയിൽ പാക്കേജിങ് നടത്തുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് പാക്കേജിങ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്ട്സ് നല്ല രീതിയിൽ പാക്ക് ചെയ്യുക, അത് പാക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡക്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അതിന് ഡാമേജ് വരാതിരിക്കാനും പ്രൊഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജിങ്ങും ഹാൻഡ്ലിങ്ങും ചെയ്യുന്നത്. ദ ലാസ്റ്റ് കീ ഫീച്ചർ ഇസ് സപ്ലൈ ചെയിൻ ഇൻ്റഗ്രേഷൻ. സപ്ലൈ ചെയിൻ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മൂവ് ചെയ്യുമ്പം ഒരു സാധനം ഒറിജിനിൽ നിന്ന്, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിങ്ങിൽ ഒരാളല്ല ഒരുപാട് ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാനുഫാക്ചറേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, റീറ്റെയിലേഴ്സ് ഉണ്ടാവും, അങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്, യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും കസ്റ്റമേഴ്സിൽ എത്തുന്നത് വരെയുള്ള ആ മൂവ്മെൻറ്റിൽ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആളുകളാണ് മാനുഫാക്ചേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരെ എല്ലാവരെയും കണക്ട് ചെയ്ത് കൊണ്ടുപോവുക, അവരെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്ത് ഒരുമിച്ചൊരു സിസ്റ്റമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്: ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, സ്റ്റോക്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, എക്സസ് സ്റ്റോക്കും ഷോർട്ടേജും വരാതെ കൃത്യമായിട്ടുള്ള അളവിൽ കൊടുക്കുക. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്: ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വേണം, ഈസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണ്, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്നത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താണെന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിൽ പറയുന്നത്. വെയർ ഹൗസിങ് ആൻഡ് സ്റ്റോറേജ്: സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ ഹൗസ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പാക്കേജിങ് ആൻഡ് ഹാൻഡ്ലിംഗ്, അതാണ് നമ്മൾ പറഞ്ഞത്. നല്ല രീതിയിൽ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്: നമ്മുടെ ആ ഒരു സപ്ലൈയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് സപ്ലൈ ചെയിൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് റെഡ്യൂസസ് ബിസിനസ് കോസ്റ്റ്. നമുക്കറിയാം, മീനിങ്ങിൽ നമ്മൾ പറഞ്ഞു, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിനെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് ഗുഡ്സിനെ പ്ലാൻ ചെയ്യുക, ആ പ്ലാൻ ചെയ്ത രീതിയിൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാം. അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ അതിനകത്തേക്ക് വരാതെ അധികം ചിലവാക്കാതെ തന്നെ നമുക്ക് മൂവ്മെൻറ്റും സ്റ്റോറേജും ഒക്കെ നടത്താനായിട്ട് പറ്റും. സോ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഫോർ റിഡ്യൂസിങ് ബിസിനസ് കോസ്റ്റ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. അതായത്
ഒരു ഗുഡ്സ് മൂവ് ചെയ്യണമെങ്കിൽ, സ്റ്റോർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യം? ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവാം, മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ടാവാം, ഏതെല്ലാം റിസോഴ്സസ് ആണോ ആവശ്യം അതിനെയെല്ലാം കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ കൃത്യമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രോഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എൻഷ്യൂർസ് ടൈംലി ഡെലിവറി. ആക്യുറേറ്റ് ആയിട്ടുള്ള സമയത്ത്, കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ നമ്മൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചു കൊടുക്കാൻ പറ്റും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വഴി. അതായത് കൃത്യമായിട്ടും ബെറ്റർ ആയിട്ടുള്ള റൂട്ട് ഏതാണെന്നും ബെറ്റർ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്നുള്ളതും പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഷോർട്ടസ്റ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങൾ ഡെലിവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് എൻഷ്യൂർസ് ടൈംലി ഡെലിവറി. പിന്നെ പറയുന്നത് ഇറ്റ് സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത്. അതായത് കൃത്യമായിട്ട് പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് എക്കണോമീൻ്റെ ഗ്രോത്ത് ആയിട്ട് മാറും. സോ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ്, ഇറ്റ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് it ensure timely delivery and it support economic growth. Next we are going to discuss about economic importance. ഇത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. സപ്പോർട്ട്സ് ഇൻഡസ്ട്രീസ്, റീറ്റെയിൽ ബിസിനസ്, ഇ കൊമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്തിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അത് ഇൻഡസ്ട്രീസിനെ, റീറ്റെയിൽ ബിസിനസ്സിനെ, ഇ കൊമേഴ്സിനെ, അഗ്രികൾച്ചറിനെ, ഈ പറഞ്ഞ എല്ലാ മേഖലയെയും ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? മൂവ്മെൻറ്റ്, ഒരു സാധനം വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ. ഒരു സാധനം വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം. സോ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് ഉടനെ നമുക്കത് എന്ത് ചെയ്യണം? ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക് മാറ്റണം. അങ്ങനെ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെയർ ഹൗസിങ്. ദ സെക്കൻഡ് വൺ ഈസ് വെയർ ഹൗസിങ്. അവിടെ നടക്കുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റി മാനുഫാക്ചർ ചെയ്ത സാധനം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് വെയർ ഹൗസിങ്, ദ സെക്കൻഡ് ആക്ടിവിറ്റി. തേർഡ് വൺ മെറ്റീരിയൽ ഹാൻഡ്ലിങ്. സേഫായിട്ടും സെക്യൂറായിട്ടും നമ്മൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുക. ദാറ്റ് ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. അവിടെയുള്ള സാധനങ്ങളെ കൃത്യമായിട്ട് സൂക്ഷിക്കുക, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. ദാറ്റ് ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. നാലാമത്തത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് മൂവ് ചെയ്യുന്നത്. അപ്പം അവരെത്രയാണോ ആവശ്യപ്പെട്ടത് അത്രയും ഗുഡ്സ് നമ്മൾ എത്തിച്ചു കൊടുത്താൽ മതി. എക്സസ് ആയിട്ടുള്ള സ്റ്റോക്കോ അല്ലെങ്കിൽ ഷോർട്ടേജ് ഉള്ള സ്റ്റോക്കോ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായ എമൗണ്ട് ഓഫ് ഇൻവെൻ്ററി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും വരാതെ ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതിനെയാണ് ഏതെന്ന് പറയുന്നത്? ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. അപ്പോൾ ലോജിസ്റ്റിക്സിൽ നടക്കുന്ന അടുത്ത ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻവെൻ്ററി മാനേജ്മെൻ്റ് ആണ്. അഞ്ചാമത്തത് ഒരു സാധനം വേറൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാക്കേജിങ് ആണ്. ദെൻ നെക്സ്റ്റ് ഓർഡർ ഫുൾഫിൽമെൻറ്റ്. കസ്റ്റമേഴ്സ് ഓർഡർ തരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സാധനങ്ങൾ മൂവ് ചെയ്യുന്നത്, ഒരു സ്ഥലത്തുനിന്ന് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം കസ്റ്റമറിൻ്റെ ആവശ്യമനുസരിച്ച് അവർ എപ്പോഴാണോ അത് കൊടുക്കാൻ റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുള്ളത്, എത്ര എമൗണ്ട് ആണോ അത് കൊടുക്കാൻ റിക്വയർമെൻറ്റ് നടത്തിയിട്ടുള്ളത്, ഏത് പ്രൈസിനാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഏത് ടൈമിലാണോ അത് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് കൃത്യമായിട്ടും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടുത്തെ ഓർഡർ, അവർ തന്നിരിക്കുന്ന ഓർഡർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദിസ് ആർ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ
ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, പാക്കേജിംഗ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെൻറ്റ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ മോഡ്. നമ്മൾ പറഞ്ഞു, ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യിക്കണം. മൂവ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ? അപ്പം നമുക്ക് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണെന്നുള്ളത് അറിയാം. നമ്മളും ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പല വിധേനയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണക്കാരാണെങ്കിൽ ബസ്, അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് ദൂരമൊക്കെ പോകാനുണ്ടെങ്കിൽ ട്രെയിൻ യൂസ് ചെയ്യും. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് എയർവേസ്, പിന്നെ അതുപോലെ തന്നെ ദ്വീപുകൾ, അങ്ങനെ കടൽ കടന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷിപ്പുകൾ യൂസ് ചെയ്യും. ചരക്കുകൾ ഷിപ്പ് മാർഗമൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മോഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് മോഡ് റോഡ്. നമ്മൾ റോഡ് വഴി വാഹനങ്ങളിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ, ട്രക്കൊക്കെ ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ റോഡ്. റെയിൽ, ട്രെയിൻ ഉപയോഗിച്ച് ചരക്കുകൾ എത്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് റെയിൽ. എയർ, നമ്മുടെ ഫ്ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. ദെൻ waterways, ചരക്ക് കപ്പൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ ദാറ്റ് ഇസ് waterways. These are the transportation modes. So this is all about domestic logistics management. Domestic logistics management എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിനെയും സ്റ്റോറേജ് ഓഫ് ഗുഡ്സിനെയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതിനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കുള്ളിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിലാണ്, വിതിൻ എ കൺട്രി, ഒരു രാജ്യത്തിനുള്ളിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.